ഫാത്തിമ തെഹ്ലിയ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുക. ഇതിനിടയിൽ പല വിവാദങ്ങളും ഉണ്ടായി, അനൗൺസ്മെന്റ് വിവാദം അടക്കമുണ്ടായി. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ തന്നെ എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഉണ്ടായത് ഈ വെൽഫെയർ പാർട്ടിയുടെ നോട്ടീസിൽ താങ്കളുടെ പോസ്റ്റർ വരുന്നു, താങ്കളുടെ മുഖം വരുന്നു, പാർട്ടിയിൽ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. പിന്നീട് കുറെ സമയം അവിടെ നാടകീയതയായിരുന്നു. വയ്യാതെയായി ആശുപത്രിയിലായെന്ന് പറയുന്നു, പങ്കെടുത്തില്ല. എന്താണത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നാടകീയത ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയുള്ള ഷെഡ്യൂളിൽ ഉച്ചയ്ക്ക് അവസാനിച്ചത് ജാനകി വയലില. ആ ജാനകി വയലിൽ കൊടും ചൂടായിരുന്നു. 2-3 ദിവസമായിട്ട് ഉറക്കവും പ്രശ്നമുണ്ട്. BP ലോ ആയതിനെ തുടർന്ന് കുറ്റ്യാടിയുള്ള അമാന ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഡ്രിപ്പ് ഇടേണ്ടി വന്നു. അതിനിടയിൽ പിന്നെ സംഭവിച്ചത് ഞാൻ നിങ്ങളെ മീഡിയയിൽ ന്യൂസ് വന്നു എന്ന് അറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2 പോയിന്റ് ഇന്നലത്തെ ഷെഡ്യൂളിൽ പോകാൻ പറ്റാത്തതുണ്ട്. അത് ഇനി അടുത്ത ദിവസങ്ങളിൽ കവർ ചെയ്യും. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഇന്നലത്തെ ഷെഡ്യൂളിൽ ഇല്ല. വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് താങ്കളോട് സംസാരിച്ച് താങ്കളുടെ അനുവാദം വാങ്ങിയിട്ടാണ് നോട്ടീസിൽ അത്തരത്തിൽ മുഖം പതിച്ചത്, പേര് പതിച്ചത്. അങ്ങനെയാണ് ആ പരിപാടി ഷെഡ്യൂൾ ചെയ്തത് എന്നുള്ളതാണ്. പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് പിന്മാറിയത്? അല്ല, പിന്മാറേണ്ട കാര്യമില്ലല്ലോ. ഇന്നലത്തെ ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇന്നലത്തെ ഷെഡ്യൂൾ എന്താണോ പ്രോഗ്രാം ഉള്ളത് അവിടെ പരമാവധി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 പോയിന്റ് മാത്രമേ ഇന്നലെ കവർ ചെയ്യാത്തതുള്ളൂ. ആ പോയിന്റുകൾ നമ്മൾ അടുത്ത ദിവസം കവർ ചെയ്യുകയും ചെയ്യും. പിന്നെ ബാക്കി വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയുടെ വ്യക്തത അവരോട് സംസാരിക്കേണ്ടി വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഷെഡ്യൂൾ ഇടുന്നത് കമ്മിറ്റിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കമ്മിറ്റിയുമായി സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് ഇതിനപ്പുറത്തേക്ക് റസാഖ് പാലേരി ഉൾപ്പെടെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു ഇന്നലെ പേരാമ്പ്രയിൽ നടന്നത്. അതിൽ പറയുന്നത് ഈ CPM BJP ഡീല് തകർക്കാൻ UDF-നെ സപ്പോർട്ട് ചെയ്യുക, UDF-നെ വിജയിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ പേരാമ്പ്രയിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലുടനീളം വെൽഫെയർ പാർട്ടി ആർക്ക് പിന്തുണ നൽകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഒരു പോയിന്റ് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ വരെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് LDF കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചിട്ടുള്ളത് എന്ന് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഓർത്താൽ